നിലമ്പൂർ വഴിക്കടവില് പന്നിക്കണിന്ന് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിന്റെ ആ ഒരു ഞെട്ടലും വേദനയും ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാണ് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളായിട്ട് നമ്മുടെ ആശാമാരെ രംഗത്ത് വരുന്നത്. എന്റെ പൊന്നെ, ഇതിലൊരു സ്വൈര്യം തരില്ലേ? സംഭവത്തില് വലിയ പ്രതിഷേധം ഉയർന്നു. എന്തൊക്കെയായാലും ഈ പ്രശ്നത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്തൂട്ടാ, ആ ജനവാസ മേഖലയില് കാട്ടുപന്നി ഇറങ്ങണമെന്നുള്ളതല്ലേ. അപ്പൊ നാട്ടുകാർ കുറെ കാലമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നം എന്നുള്ള നിലയിലും പിന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉമ്മർത്ത് വന്ന് നിൽക്കല്ലേ, അതുകൊണ്ടും പ്രതിപക്ഷം ഈ വിഷയം അങ്ങോട്ട് ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. അതെന്ത് വർത്താനാണ് മിനിസ്റ്ററെ? ആരോപണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചോ, പക്ഷെ ഒരു മരണത്തിന്റെ പേരിൽ ഒരു ഗൂഢാലോചന ഉന്നയിക്കുന്നത് ശരിയാണോ? ഇയാൾ എത്ര വൃത്തികെട്ട ആരോപണമാണ് ഈ മന്ത്രി ഉന്നയിക്കുന്നത്, എത്ര വൃത്തികെട്ട ആരോപണം. അയാളുടെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി, സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറയുക ചുമ്മായിരുന്നു. നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, അപ്പൊ ഈ വിഷയത്തിൽ ഒരു വെറൈറ്റി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊളിക്കാന്ന് ആലോചിച്ചിട്ടാണോന്ന് അറിയില്ല. സംഭവത്തിൽ ഇത്രയും വിവാദം ഉണ്ടായിട്ടും നമ്മുടെ AK ശശീന്ദ്രൻ സാറ് ഈ വിഷയത്തിൽ നിന്നും ഈ പരാമർശത്തിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ട് മാറാൻ ഉദ്ദേശിക്കണില്ല കേട്ടാ. ഇവരോടൊക്കെ വേറെ പണിക്ക് പോകാൻ പറ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ശശീന്ദ്രൻ സാർ ഇങ്ങനെ സംസാരിക്കാനിടയായ സാഹചര്യം എന്തുട്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലായ? കാട്ടുപന്നി വിഷയം മൂപ്പരുടെ കാറ്റഗറി അല്ലാത്ത പോലെയാണ് പുള്ളിയുടെ സംസാരം. സത്യം. ഒരു ബന്ധവുമില്ലാത്തൊരു വകുപ്പിന്റെ മന്ത്രിയെ കടന്നാക്രമിച്ചതിന്റെ പിന്നിലെ യുക്തി എന്താണ്? ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? പന്നിക്കണി വെച്ച ആളെ നിയമപരമായിട്ട് ശിക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കണ്ടല്ലോ. നമ്മൾ ചോദിച്ചാൽ അതല്ല, ഈ ജനവാസ മേഖലയിൽ കാട്ടുപന്നികൾ ഇറങ്ങാനിടയായ സാഹചര്യത്തിനെ കുറിച്ചാണ്. ആരോട് ചോദിക്കാൻ, ആര് പറയാൻ? ഒന്ന്, അദ്ദേഹം ഈ കസേരയിലിരിക്കാൻ യോഗ്യനല്ല. കാരണം ഒരു പണിയും ചെയ്യുന്നില്ല വനം വകുപ്പ്. പണിയെടുക്കണില്ല എണ്ണി പറഞ്ഞിടത്തെ പണിയെടുക്കണത്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. വനം വകുപ്പ് പോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ മേധാവിയായിട്ട് ഇരുന്നിട്ട് മൂപ്പര് അതിന്റെ ഒപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പാട്ട്, കൂത്ത്, ഡാൻസ് എല്ലാം മറന്നുപോയാ? ചുപ്പ് ചുപ്പ് ചലനമേ ക്യാ രാഗ് ഹൈ, ക്യോം ചുപ്പ് നാ സകേ പരമാത്മാ, മേരി ആത്മാ കി ആവാസ് ഹൈ. മാനന്തവാടിയിൽ കടുവ ഒരു സ്ത്രീയെ കൊന്ന് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. താല്പര്യമില്ല. എന്തായാലും ഈ വിഷയത്തിൽ മൂപ്പര് ഇപ്പോഴും ഉറച്ചു നിൽക്കാണ്. അങ്ങനെ മുന്നണിയിൽ പിടിച്ച് കയറും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിഷയദാരിദ്ര്യം അനുഭവപ്പെട്ട പ്രതിപക്ഷം ഗവൺമെന്റിന് എതിരെ ജനങ്ങളെ ഇളക്കിവിടാൻ പറ്റുന്ന ഒരവസരമായി ഇതിനെ ദുരുപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചത്. അത് ഒരു രാഷ്ട്രീയ ലാഭത്തിന് കൊയ്യുന്നതിന് വേണ്ടി നടത്തിയ ഒരു ഗൂഢ ആലോചനയാണെന്ന് സംശയിക്കുന്നതിൽ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ശശീന്ദ്രൻ സാറേ, നിങ്ങളുടെ പ്രസ്താവനയില് മുഖ്യമന്ത്രിക്ക് നല്ല തൃപ്തി ഉണ്ടെന്നാണല്ലോ കേട്ടത്. ചുരാലിയാ ഹേ തുംനെ ജോ ദിൽ തോ നജർ നഹി ചുരാനാ സനം. ആസനമല്ല, ഇന്ന് വെട്ടി പൊളിക്കും. മല്ലു വരുന്നുണ്ട്, ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടോ, നിങ്ങളെ തല്ലി കൊല്ലും. ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഓരോ തലവേദന ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് വായും പൂട്ടിയും മിണ്ടാണ്ടിരുന്നാ പോരെ? ഈ പ്രസ്താവന ഒഴിവാക്കായിരുന്നില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു എന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. ഉള്ളതാണോ ശശീന്ദ്രൻ സാറേ? മുഖ്യമന്ത്രി നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നാ? മുഖ്യമന്ത്രിയെ ഞാൻ ഇന്നലെ രാവിലെ അങ്ങോട്ട് വിളിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇങ്ങനെ ഒരു നിലമ്പൂരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ രാവിലെ തന്നെ വിളിച്ചു. കാരണം ഞാൻ അറിയിക്കണമല്ലോ. അതെന്തിനാ അറിയിക്കണത്? ഇതൊന്നും സാറിന്റെ വകുപ്പിൽ പെട്ടതല്ലെന്നല്ലേ നേരത്തെ പറഞ്ഞത്? ഒരു ബന്ധവുമില്ലാത്തൊരു വകുപ്പിന്റെ മന്ത്രിയെ കടന്നാക്രമിച്ചതിന്റെ പിന്നിലെ യുക്തി എന്താണ്? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. CM-ന്റെ എഫക്റ്റ് ആണോ അതോ തെരഞ്ഞെടുപ്പിന്റെ എഫക്റ്റ് ആണോ എന്നറിയില്ല. മന്ത്രി ആദ്യം പറഞ്ഞ നിലപാടിന്ന് നേരം വെളുത്തപ്പോ അപ്പോഴത്തേക്കും മലക്കം പറഞ്ഞു. അല്ല, പക്ഷെ ഞാൻ സംശയം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. സംശയിക്കത്തക്ക സാഹചര്യം ഉണ്ടായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സംശയമാണ്, അത് ആരോപണമല്ല എന്നും ഞാൻ പറഞ്ഞു. ഗൂഢാലോചന ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ചെറിയൊരു സംശയം തോന്നി, അത് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പാടായി എന്നാണ് മിനിസ്റ്റർ ഇപ്പൊ പറയണത്. പ്രതിപക്ഷത്തിന്റെ വക വേറെ പ്രസ്താവനയുണ്ട്. സർക്കാർ സ്പോൺസേർഡ് മർഡർ എന്നാണ് അവര് പറയണത്. ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും കൂടെ ഒരു കാര്യം പറയാനുള്ളൂട്ടാ, ഇതിന്റെ ഇടയിൽ മനുഷ്യജീവന് കുറച്ചെങ്കിലും പരിഗണന തരണം കേട്ടാ.